ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയാണ്. നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 6 കറി റെസിപ്പി, അതായത് തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ അവർ കഴിക്കാതൊക്കെ കൊണ്ടുവരില്ലേ, അപ്പോൾ ഈ കറികളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ട് അവർ ചോറ് ഒരു പറ്റുപോലും ബാക്കി വയ്ക്കാതെ കഴിച്ചോളൂ. ഫസ്റ്റ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി, ഒരു 4 തക്കാളിയും ഒരു സവോളയും 2 പച്ചമുളകും അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തല്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ ടേസ്റ്റ് കൂടുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് ഇഷ്ടമാണ്. നല്ലതായിട്ട് ടേസ്റ്റ് വേണമെന്നുള്ളവർ ഇച്ചിരി ഏറെ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട നമ്മൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഇനിയിപ്പോൾ ഇത് 1-2 സെക്കൻഡ് കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി വരും, വെള്ളമൊക്കെ വറ്റിയത് ഇതുപോലെ പൊടി പോലെ ആയി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നമുക്ക് ലഞ്ച് ബോക്സ് ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 2 കഷ്ണം ബീഫും കൂടെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. അതിനായിട്ട് പാൻ വെച്ച് സ്റ്റൗവിലേക്ക് ഇനി പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് അല്പം പെരിഞ്ജീരകമാണ് ഞാനിട്ട്, ചെറിയ ജീരകമല്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പൊട്ടറ്റോയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയല്ലേ അതും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എരിവിനായിട്ട് നമ്മൾ ഒന്നും ചേർത്തില്ല, കാശ്മീരി മുളക് പൊടി മാത്രമല്ല ചേർത്തത്. അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഈ വറ്റൽ മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നില്ല, അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. പൊട്ടറ്റോ നമ്മൾ വെള്ളമൊന്നും ഇതിലും ചേർത്തല്ല കേട്ടോ. ഇനിയിപ്പം നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം, കാരണം ഇച്ചിരി കൂടെ വേകാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്, നമ്മുടെ ഉലുവയിലയില്ലേ. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം അത് വാങ്ങിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ പനീർ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. ഇനി ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന കിഴങ്ങ് കറിയില്ലേ, പൊട്ടറ്റോ കറിയായിട്ട്, അതിനൊക്കെ നല്ലതാണ് ഈ കസൂരി മേത്തി ചേർത്താൽ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഏത് അച്ചാറായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു അച്ചാറും കൂടെ വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റോട് കൂടി ചോറ് കഴിക്കാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ചേർക്കുന്നത് ഞാൻ തലേദിവസം വൈകിട്ട് കോവയ്ക്ക ഒരു 1/2 കിലോ ഇല്ല, 1/4 കിലോയിൽ എന്നാൽ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. ആ കോവയ്ക്ക ഇങ്ങനെ തോരൻ്റെ പാകത്തിന് അരിഞ്ഞു വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-8 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കാം. പച്ചമുളക് 2 എണ്ണം വേണ്ടെങ്കിൽ 1 ആയാലും മതി, എരിവിൻ്റെ അനുസരിച്ച്. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ കോവയ്ക്കൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതേ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലും നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ 5-6 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കി, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തോരനല്ലേ, അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു നടുക്ക് വശത്തേക്ക് അല്പം മാറ്റി വെച്ചിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലും ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിക്കുമ്പം എല്ലായിടത്തേക്കും, അതായത് ഈ കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മുട്ടയുടെ മിക്സ് ചെല്ലത്തക്ക രീതി വേണം യോജിപ്പിക്കാനായിട്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക മുട്ടത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ കോവയ്ക്ക ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ, ഇവിടെ അതാണ്. പക്ഷേ ഈ രീതി വെച്ച് കൊടുത്തപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ പിന്നെയും ഈ ഒരു രീതി ചെയ്ത് കൊടുക്കാൻ പറയും. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പിക്കിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരല്പം മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതും കൂടെ ട്രൈ ചെയ്യണേ. ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി നല്ലൊരു അടിപൊളി തോരനാണ്. ഇതിനായിട്ട് നമ്മൾ തലേദിവസം ഒരു 1.25 കപ്പ് വൻപയറാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്, നന്നായിട്ട് കഴുകി കുതിരാനായിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനത് വെള്ളത്തിൽ നിന്ന് മാറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ ഒറ്റ വിസിൽ വന്നാൽ മതി, അപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റായിട്ട് വെന്തോളും. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നു, പ്രഷറൊക്കെ പോയി. ഇനി ശേഷം നമ്മളിനി ബാക്കി ഇതിനുള്ള ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലേക്ക് പാൻ വെച്ച് കൊടുത്തു. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ. ഇതിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവോള ഞാനൊരു 2-3 ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സവോളയും ഒരു 3-4 ചുവന്നുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഈ വൻപയറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അത്യാവശ്യം മൊരിഞ്ഞ് വരത്തക്ക രീതിയിലൊന്നാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികളുടെ പച്ചമണം ഒന്ന് മാറത്തക്ക രീതിയിലാക്കിയതിന് ശേഷം ഇതിലേക്കും 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഈ വൻപയറിനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വൻപയറിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നാലും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു വൻപയർ തോരന്. അപ്പം നമുക്ക് തേങ്ങ എത്രത്തോളം വേണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് അത്യാവശ്യം ഒന്ന് വറ്റി വരത്തക്ക രീതിയിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു വൻപയർ തോരന്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെമ്മീൻ ചമ്മന്തിയും കൂടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു റെസിപ്പി. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി നോക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തലേദിവസം ഞാൻ നന്നായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇതിലും വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി ആ വെണ്ടയ്ക്കയുടെ ആ ഒരു പച്ച ഇതൊക്കെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി നമ്മുടെ വെണ്ടയ്ക്ക ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിന് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം സാമ്പാറും കൂടിയാണ് വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു ശകലം നാരങ്ങാച്ചാറും. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ ഇതിലേക്കും ഒരു സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള അല്പം കനം കുറച്ചരിഞ്ഞാൽ ഏറ്റവും പെട്ടെന്നൊന്ന് വഴഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ മിക്ക കറികൾക്കും തോരനും മെഴുക്കുവരട്ടിക്കും ഒക്കെ ഇടുവേ, അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുവേ. ഇനിയിപ്പോൾ ഇതിലേക്കും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തലേ ദിവസം നന്നായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/4 കിലോയിൽ കൂടുതൽ ബീൻസ് ഉണ്ട്. ആ ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു കാര്യമുണ്ട്, വീട്ടമ്മമാർക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തരാനായിട്ട് തലേദിവസം തന്നെ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഒന്ന് അരിഞ്ഞു വെക്കുകയാണെങ്കിൽ രാവിലെ ഒത്തിരി എളുപ്പമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്തു, പിന്നെ ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് അതിന് ശേഷം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. ബീൻസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മുട്ടയുടെ മിക്സ് ചേരണം. അങ്ങനെ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി ബീൻസ് മുട്ടത്തോരൻ. നല്ല ടേസ്റ്റാണ് ഇതിനും.
അപ്പോൾ ബീൻസൊക്കെ തന്നെ തോരൻ വെക്കുന്നതിലും കുറച്ചുകൂടി ടേസ്റ്റാണ് ഇങ്ങനെ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.